ഹലോ ഗെയിമേഴ്സ്, മിനിഞ്ഞാന്ന് നമുക്ക് ടി വി വേഴ്സസ് MRC ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു സിറ്റുവേഷൻ MRC ഡ്രോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും അതിൻ്റെ റീസണെ കുറിച്ചും ഈഗിളിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ അതെ MRC തന്നെ. പറഞ്ഞോ. അതെ, നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാന്ന്. അതെന്തുപറ്റി? അത് ഇവിടെ കറണ്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ടേ പിള്ളേർക്ക് കയറാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കൊറേ പേർക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് കുറച്ച് പേരേ ഉള്ളു. അപ്പൊ ആൾക്കാർ കുറവാന്ന്. അതെങ്ങനെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലോ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. നമ്മുടെ സൈഡ് നമുക്ക് ഇന്നലെ സംസാരിക്കാൻ നേരം റാംബോ ഇങ്ങനെ നിങ്ങളുടെ ലീഡർ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ലീഡറിന് കയറാൻ പറ്റുന്നില്ല, കറണ്ട് വേണ്ടേ. അപ്പൊ ഞാൻ പറയുന്നത് MRC സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. അവര് വിളിച്ചിട്ടേ നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണെന്ന്. അവര് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണെന്ന്. അവരുടെ ലീഡറിനൊന്നും കേറാൻ പറ്റില്ല, കറണ്ട് ഇല്ലെന്ന്. വലിയൊരു പ്രശ്നമാണല്ലോ വാസുവനെ. പോയോ? ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലില്ല, പറ്റത്തില്ല. അവരല്ല അടികൊണ്ടേ, അവര് തീരുമാനിക്കണം കണ്ടിന്യൂ ചെയ്യണം വേണ്ടിയെന്ന്. ആണോ? അത്രേ ഉള്ളല്ലേ? അത്ര അപ്പൊ തല്ലുള്ളികളുടെ തീരുമാനം അന്തിമ തീരുമാനം. വാ, സറണ്ടർ ചെയ്ത് തല്ലുള്ളികൾ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. സറണ്ടർ ചെയ്ത് ലീഡറിനൊന്നും അവർക്കൊന്നും കേറാൻ പറ്റുന്നില്ല, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് സറണ്ടർ ആക്കിയേ. എനിക്ക് ഈ BCസിന്റെ കാര്യം ആലോചിച്ചിട്ടാ വിഷമം. നാളെ ഈ ദേഷ്യമെല്ലാം അവരുടെ ഉണ്ടെ തീർക്കുമല്ലോ. പിള്ളേരുണ്ടല്ലോ വൈകുന്നേരം തൊട്ട് 7 മണി തൊട്ടേ മുണ്ട് കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക. അതിനുശേഷം ഇന്നലെ നമുക്ക് വീണ്ടും ടി വി വേഴ്സസ് MRC ഒരു വമ്പൻ സിറ്റുവേഷൻ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തുടക്കം മുതൽ ഇനീഷ്യൽ അതിനുശേഷം ഹോസ്റ്റേജ് എടുക്കുന്നതിലുള്ള ആ ഒരു ഫുൾ സ്റ്റോറി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, ഏതാപ്പാപ്പൻ? ഇപ്പൊ ഞാനാണല്ലോ അപ്പാപ്പൻ. ഇതേതാപ്പാപ്പൻ? ഞാൻ MRC-യിലപ്പാപ്പൻ. നീ എവിടെ? ഞാൻ TVയിലപ്പാപ്പൻ. നീ ഏതാടാ? ഞാൻ MRC-യിലപ്പാപ്പൻ. ഞാൻ TVയിലപ്പാപ്പനാടാ. ഞാൻ MRC-യിലപ്പാപ്പൻ. നീ ഏതാ? എടാ ഞാൻ TVയിലപ്പാപ്പനാടാ. തനിക്ക് വയ്യേടോ. അതിന് ഞാനെന്താ വേണം? സുഖമാണോ? അതെ, നിങ്ങളായിരുന്നോ മറ്റേ സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. നീ ഒരു കാര്യം ചെയ്യാം, കറണ്ട് വരുമ്പോ ബാക്കി വന്ന് തല്ലുള്ളു. കേട്ടാ തല്ലുള്ളി. അയാളെന്തോ ഇയാളെന്ന് സിറ്റുവേഷൻ തമാശ പറയുന്നത്, പക്ഷെ ചീറ്റി പോയോ? തമാശയായിട്ടൊന്നും അല്ല റിപ്ലൈ തന്നത്. അതായത് വാസുപോലെ ഇന്ന് ഇപ്പോ നമ്മൾ അതിന്റെ പേരില് സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൺവാണ്ടഡ് ആയിട്ട് വരും. കാരണം ഞാൻ പുള്ളീനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചാല് അപ്പാപ്പൻ ഒന്നും റോങ് ആയിട്ട് പറഞ്ഞില്ലല്ലോ. ഇത് ആരാന്നല്ല ചോദിച്ചുള്ളൂ. ഞാൻ അങ്ങനെ അതിന് കുനിഞ്ഞിരിക്കാൻ പറയണത് എന്താ? എന്റെ ആവശ്യം എന്താ അവന്? അത് മേ ബി ആ ഇതില് പറഞ്ഞ നമ്മൾ ഈ ഇതിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കുന്ന വാസം ഇതൊരു തീട്ട വള്ളിയാണ്. ഇത് വേണ്ട, നമുക്ക് എന്തായാലും നമ്മളെടുക്കാൻ വരും, എങ്ങും പോകത്തില്ല. ഇവിടെ അടുത്ത ഇവനെ കിട്ടിയ പിടിച്ച് കുനിച്ചു നിർത്തുക ഞാൻ. എന്തായാലും അവൻ പറഞ്ഞതുപോലെ തന്നെ അവനെ കുനിച്ചു നിർത്തുക ഞാൻ. അല്ല, സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പിടിക്കാം. ഇതിന്റെ പേര് വേണ്ട, എനിക്ക് വേണ്ട. നിന്റെയൊക്കെ കൊണ ഏതെങ്കിലും അപ്പികളുടെ അടുത്ത് മതി. നമ്മുടെ അടുത്ത് വന്ന് കൊണ അടിച്ചോണ്ടല്ല പിടിച്ച് ആദ്യത്തെ 2 പൊട്ടിച്ചില്ലേ, അതുപോലെ പിടിച്ചുകൊണ്ട് കൊണ്ട് നിർത്തും. നിന്റെ കോണയൊക്കെ മറ്റേ ഏതെങ്കിലും അപ്പി ഗ്യാങ്ങിന്റെ അടുത്ത് മതി. നമ്മുടെ ഗ്യാങ്ങില് പ്രത്യേകിച്ച് കോലീഡറിനെയും മറ്റേ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിടിച്ചോണ്ട് നീ പറഞ്ഞ വാക്ക് അതേപോലെ പിടിച്ചോണ്ട് നിർത്തും ഞാൻ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊണയൊക്കെ ഏതെങ്കിലും തീട്ടങ്ങളുടെ അടുത്ത്. എനിക്ക് പുള്ളി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമാണ്. പുള്ളി കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കാതെ പറയണത് എന്റെ അടുത്ത്. പുള്ളി അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ ഈ സിറ്റുവേഷനിൽ. എന്താ പേടിച്ചോടാ നീയൊക്കെ മറ്റേ മെസ്സ് അടിക്കുന്ന അണ്ണന്മാരെന്താ വരാത്ത? ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണേ? ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുവോ നിന്റെയൊക്കെ അണ്ണന്മാര് വരാൻ വേണ്ടി. മനസ്സിലായ? വരുവോ? നീയൊക്കെ ആർക്ക് വേണ്ടിയാ കിടന്ന് കുരക്കണേ? ഇവന്മാർ ഇത്രേ ഉള്ളൂ, മനസ്സിലായ? ഇത്രയും വലിയ തീട്ടങ്ങളാണ് നീയൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാര് നമ്മളെ എന്തോ ചെയ്തു കളയും, എന്തോ ഇതാക്കുമെന്ന്. ഇത്രയും വലിയ തീട്ടങ്ങളെ
നീ ഒരു കാര്യം ചെയ്താൽ മതി. ആ കണ്ടി പാപ്പം വരുമ്പോ പറയുമ്പോ അവനെ എവിടെ കണ്ടാലും വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ ടിവിയെ. ആ പ്രശ്നമൊക്കെ ഞാൻ അവനോട് പറഞ്ഞാൽ മതി. നീ ഇവന്റെ തല്ലുള്ളി അപ്പിപ്പാപ്പന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അവനെ എവിടെ കണ്ടാലും വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞേരെ. എടുത്തോണ്ട് പോടാ, ഇവിടുന്ന് പോവാം. വാ അമ്മ മൊത്തം വണ്ടി ഇവിടെ ഉണ്ട്. കുത്തിയാണ് അമ്മ ഇവിടാണ് അമ്മരെല്ലാം വന്നേക്കുന്നത്. ഈ ഒരു വൈപ്പൂട്ടാണ്. വണ്ടി എടുക്കണം, വണ്ടി யாரா அது மூவ் பண்றோம். ബാക്കിൽ നിന്ന് വരുന്നതാ, ബാക്കിൽ നിന്ന് വരുന്നതാ, ബാക്കിൽ നിന്ന് വരുന്നതാ. மட்டும்தான் இருக்குமா? അവൻ പറിക്കാൻ അവനെ ഓടിച്ചിട്ട് ഓർഡർ കണ്ടി എന്നോട് ഇങ്ങനെ കേട്ടോ. മറ്റേ അപ്പാപ്പനെ മറ്റേ കോണടിച്ച മറ്റേ പ്രിയവാരി കോണടിച്ച ഷിബു അവരെ രണ്ടെണ്ണത്തെ എടുക്കണേ. അവന്മാർ രണ്ടെണ്ണത്തെ എടുക്കണേ. അവന്മാർ രണ്ടെണ്ണത്തെ എടുക്കണം. കണ്ടികളെ നീയൊക്കെ നിന്റെയൊക്കെ വണ്ടി കണ്ടി പ്രശ്നത്തെ എന്തായാലും കാണിച്ചാൽ മക്കളെ നിനക്കൊക്കെ. നീയൊക്കെ ഇനി സിറ്റി നടക്കൂലോ. നീയൊക്കെ നിന്റെ അപ്പാപ്പന്റെ കൊട്ട ചില്ലാവ് ഒരു ചില്ലുമില്ല. എനിക്ക് ഒരു ചില്ലുമില്ല. അപ്പാപ്പനെ പറഞ്ഞിട്ട് ഒരു പുണ്ടച്ചവന് പോകത്തില്ല ഇവിടുന്ന്. അവന്റെയൊക്കെ മെസ്സേജ് അവന്റെ കയ്യിൽ വെച്ചാൽ മതി. അവന്റെ കയ്യില് ഇല്ലവാനാ. തിരിച്ചു വരട്ടാൻ എന്താ എണ്ണീക്കുന്ന നീ എണ്ണീക്കുന്നടാ കേടാ. നീ എണ്ണീക്കുന്ന എവിടെ? നിന്റെ അപ്പാപ്പന്റെ സുന്നത്തുണ്ടായിരുന്നു നിനക്ക് എണ്ണീറ്റ് വരാൻ. നിന്റെ അപ്പാപ്പന്റെ സുന്നത്തെ നടത്തി തരാടാ. നിന്റെ പുള്ളിയുടെ തുമ്പ് വെട്ടിയാ നിനക്ക് വായിലോട്ട് വെച്ച് തരാം. നിനക്ക് ഇടിച്ചു വേണം അവനെ. ഇടിച്ചു വന്നടാ അവനെ. എടാ അവന്മാര് വരട്ടാ. എടാ ഞാൻ കാര്യം കേട്ടെ.
കിക്കായമാർ തിരിച്ചു വന്ന് നമ്മുടെ അടിച്ചോണ്ട് പോകാൻ പറ്റുമെങ്കിൽ അത്ര കണ്ടിക്ക് ഉറപ്പുള്ളവനാണ് അടിച്ചോണ്ട് പോട്ടെ. എടാ മറ്റേ കണ്ടി വേണം, മറ്റേ കണ്ടി ഷിബു എടാ മറ്റേ കണ്ടി ഷിബു വേണം, ഷിബു ആ കണ്ടി എവിടെ വേണം? എടാ കണ്ടി ഇതാണ് ഷിബു. എടാ കണ്ടി, എടാ നീ ഇങ്ങനെ ചത്ത് കിടക്കും, നിനക്ക് വായ്ത്താളം മാത്രമാണ് കണ്ടി, മനസ്സിലായോ നിനക്ക്? നീ പ്രീവാറിൽ വന്ന് ഭയങ്കര കൊണച്ചായിരുന്നല്ലടാ, എന്നിട്ട് നീ എല്ലാവരുടെയും മുമ്പിൽ വന്നപ്പോ നിനക്ക് ലവ് ഉള്ളി. എടാ കണ്ടി, നിനക്ക് BP ശ്രദ്ധിക്കണ്ട. ഞാൻ എന്റെ BP ശ്രദ്ധിക്കാടാ പണ്ടച്ചി മോനെ, ഞാൻ എന്റെ BP ശ്രദ്ധിച്ചോളാം. പക്ഷെ നിന്റെ ഈ അപ്പാപ്പന്റെ ഒക്കെ BP എങ്ങനെ കൺട്രോൾ ചെയ്യും ഇപ്പം? അതാണ് പ്രശ്നം. നമ്മൾ ആ വാർ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുവാണ്. എന്റെ പൊന്നു മക്കളെ ആ വാർ സിറ്റുവേഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്യുവാതെ. അത് പറ്റിട്ടില്ലേ, കരണ്ടില്ലേ, ട്രാൻസ്ഫോമർ അടിച്ചു പോയേ. നിന്നെ കുനിച്ച് നിർത്തി കാണിച്ചു തരാം. നീ പറഞ്ഞതുപോലെ കുനിച്ച് നിർത്തി കാണിച്ചു തരാം. ഞാൻ ഓസി ഒന്നല്ല പറഞ്ഞു, എന്നോട് ഫോൺ വിളിച്ച് കാര്യമോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഓസി പറഞ്ഞിട്ടില്ല. ഇവനെ ഒന്ന് കുനിച്ച് നിർത്തണേ. നമ്മുടെ അപ്പാപ്പന്റെ മുമ്പിൽ ഇവനെ ഒന്ന് കുനിച്ച് നിർത്തിയേക്കണേ. ഇവനെ നമ്മുടെ അപ്പാപ്പന്റെ മുമ്പിൽ ഒന്ന് കുനിച്ച് നിർത്തിയേക്കണേ. മലയാളം മുണ്ടൂരടാ കണ്ടി നിന്റെ കേക്ക് നീ അപ്പാപ്പനെ കൊണ്ട് കുനിച്ചു നിർത്തുവന്നോ? നീ എന്താടാ വിചാരിച്ച MRC പോലെ മറ്റേ മണ്ണാളാ ഇവിടെ ഉള്ളതെന്നോ? കുഞ്ഞിക്കട എടാ ഇവനെ ഏതാണ് കുനിച്ചു നിർത്താൻ? അപ്പാപ്പനെ കൊണ്ടുവന്നടാ അങ്ങോട്ട്. അപ്പാപ്പനെ കൂടെ കൊണ്ടുവന്നടാ. അപ്പാപ്പനോട് നിൽക്കാം. പാപ്പ നീ ഒന്ന് കുനിഞ്ഞടാ. നിന്റെ വായ്ത്താളൊക്കെ നീ വേറെ എവിടെയും മതി കേട്ടാ, നമ്മടുത്ത് വേണ്ട നിന്റെ വായ്ത്താളം ഒന്നും. മനസ്സിലായല്ലോ നിന്റെ? നീ അപ്പാപ്പനെ പേരും കോപ്പി അടിച്ചിട്ട് കുനിയടാ. നിനക്ക് സ്പെല്ലിംഗ് എന്തോടാ? കുനിയടാ നീ അങ്ങോട്ട്. അങ്ങോട്ട് നിൽക്കാൻ അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാരും മിണ്ടായിരുന്നു. എടാ നീ ആ കുനിഞ്ഞു നിന്നോണ്ട് നീ ഒന്ന് പറഞ്ഞേ. സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയടാ. നിന്റെ വാ പോയോ? പറ. സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയി. അങ്ങനെ അതിനൊരു സുഖം കിട്ടിയില്ല. കുറച്ചും കൂടെ TV ആണെന്ന് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ എന്നൊന്ന് പറ. നീ ഒരു മിനിറ്റ് നീ ഒരു മിനിറ്റ് അറിയാതെ കുനിഞ്ഞിരിക്കുവാണേലും നിന്റെ മെസ്സേജ് വേണ്ട. സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി എന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി അല്ലല്ല അങ്ങനല്ല, ഞാൻ മൊത്തം പറയടാ. ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരുന്നീ. സോറി അപ്പാപ്പ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, TV ആണെന്ന് അറിഞ്ഞില്ല, ഇത് പറഞ്ഞോണ്ടിരുന്നീ. ഞാൻ നിർത്താൻ നേരം പറയാൻ നിന്റെ അടുത്ത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ അല്ലേ അപ്പാപ്പനെ തൊട്ടിട്ടൊന്നുമേ ഇവിടെ ഒരുത്തനും വിലസി നടക്കത്തില്ല, മനസ്സിലായ?
ഇവിടെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോയതാ. അപ്പാപ്പനെ അത് പറഞ്ഞുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ അത് വിടൂലായിരുന്നു. മറ്റേ ടർഫ് ഓപ്ഷൻ പോലും വേണ്ടാന്ന് വെച്ചനെ ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ടർഫ് ഓപ്ഷൻ? അവനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് പോകണ്ട ഇവിടുന്ന്. ഞാനും അറിഞ്ഞില്ല വാസുവിനെ, ഞാനും കേട്ടില്ലത്. അവന്റെ വർത്താനോടാ. അവൻ കേറി എവിടെ കേറി കളിക്കണം അവൻ. ഡിമാൻഡ് ഒന്നും ഇല്ല. ഈ നമ്മുടെ ടി വിക്കകത്ത് ഒരു ടിവിയിൽ ഒരു അപ്പാപ്പനുണ്ട്. അതാണ് അപ്പാപ്പൻ നമുക്കറിയാവുന്നത്. പുള്ളിയുടെ അടുത്ത് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അവനെ നമ്മൾ ഹോസ്റ്റായിട്ട് റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. അവനെ തല്ലിക്കൊന്ന് വിട്ടേക്കാം. എന്താ വെച്ചാൽ ചെയ്തോ. കാതൽ അതെ, നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കൺസേൺ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. നല്ല കാര്യം, നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഞങ്ങൾ ബാക്ക് ടു നോർമൽ. അവര് സക്സസ്ഫുള്ളി ഇപ്പൊ അവരെന്തൊക്കെ സേവ് ചെയ്തെന്ന് അറിയോ പാപ്പ? 25 ഗണ്ണ്, വാർ തോറ്റുള്ള മാനക്കേട്, തോൽവി, ഷൗടെക്സിന്റെ പുതിയൊരു വീഡിയോ, പിന്നെ എന്തൊക്കെയായിരുന്നു? മിസ്സായല്ലോ. ഇത്തിരി കാര്യങ്ങൾ മിസ്സായി ഇത് സിനിമാറ്റിക് വന്നിരുന്നെങ്കിൽ ഞാനായിരുന്നു സ്റ്റാർ. അയ്യോ അപ്പാപ്പ ഇതിന് അപ്പാപ്പന് വേണ്ടി സിനിമാറ്റിക്സ് ഇറക്കണോ? അപ്പാപ്പ ഒന്നും വേണ്ട. റീവാർ മാത്രം അപ്പാപ്പന്റെ ചാനലിൽ ഇടാൻ പറ്റിയ ഒരു സാധനമുണ്ട്, ഇനിഷ്യല് മാത്രം. അതല്ലേ? ഒയ്യോ, അതൊരു അപ്പാപ്പ സമയം കിട്ടുമ്പോ ഉണ്ടല്ലോ, സമയം കിട്ടുമ്പോ അപ്പാപ്പൻ എന്റെ തത്സമയം ഒന്ന് കാണണം. ഇന്നത്തെ നമ്മുടെ ഇനിഷ്യലിന്റെ POV. ആണോ? എന്റെ പൊന്നോ, നമ്മളെല്ലാം കൂടെ മറ്റേ കാടിളകി വരുന്നത് പോലെ പോണ ഒരു ഇതുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.